ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടക്കക്കാരായിട്ടുള്ള PSC ആസ്പിറൻസ് ഏത് ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാട്ടോ. ഈ രണ്ട് ബുക്കും ഞാൻ വായിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞതാണ് കേട്ടോ ഇത്. ആദ്യം ഞാൻ ഈ രണ്ട് ബുക്കിനെ കുറിച്ചും കോമൺ ആയിട്ടൊന്ന് പറയാം. രണ്ടും നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. ഒരു PSC ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ബുക്കാണ്. അപ്പം ഇനി ഇതിൽ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ ഏതാണ് ഇപ്പം നമ്മൾക്ക് ഈ രണ്ടിൽ ഒരെണ്ണം വാങ്ങാനുള്ള ചോയ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ ഏത് ബുക്ക് തുടക്കക്കാർ വാങ്ങും, അതാണ് കേട്ടോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക, തുടക്കക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക ഇതിൽ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് വാങ്ങിയാലായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതിൽ ഒരെണ്ണം വൊക്കാബ്സ്പീഡിയ ഇറക്കിയിട്ടുള്ള PYQ ബുക്കാണ്, അതേപോലെ ഒരെണ്ണം ടാലൻറ്റിൻ്റെ ആണ്. പിന്നെ ഇത് ടാലൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ പല പബ്ലിക്കേഷൻസും ഈ ഒരു ടൈപ്പ് ഇറക്കിയിട്ടുണ്ടാവും കേട്ടോ. കാരണം ചോദ്യപേപ്പറും അനുബന്ധ വസ്തുതകളുമായിട്ടുള്ളതാണ് ആ ഒരു ബുക്ക്. എന്നാൽ വൊക്കാബ്സ്പീഡിയ ഇറക്കിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ അത് മാത്രമേ ഉള്ളൂ, റിലേറ്റഡ് ഫാക്ട്സ് ഇല്ല. അപ്പോൾ അതാണ് ഈ രണ്ട് PYQ ബുക്കിൻ്റെയും വ്യത്യാസം. ഇത് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്കിത് കമ്പയർ ചെയ്ത് പറയാനും പറ്റും. അപ്പം നമുക്ക് നേരെ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ലക്ഷ്യയുടെയും കൂടി ഒരു PYQ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് വൊക്കാബ്സ്പീഡിയയുടെ നോക്കാം അല്ലേ. ഇതുപോലെ ആദ്യം നമ്മൾ എല്ലാ ബുക്കിലും ഉള്ളതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്, ചരിത്രം, ജിയോഗ്രഫി, അങ്ങനെയെല്ലാം, ഇംഗ്ലീഷ്, സുപ്രധാന നിയമങ്ങൾ. പിന്നെ ഇതിൽ മാത്സ് ഇല്ല. മാത്സിൻ്റെ അവരിനെ സെപ്പറേറ്റ് ഇറക്കുമെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാങ്ങിയത് 2 വോളിയായിട്ടുള്ളതാണ്. ഇപ്പം 3 വോളിയായിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മാത്സ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇതിൽ ഇല്ല. പിന്നെ ഇതിൽ ഏത് എക്സാമൊക്കെയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഡിഗ്രി ലെവലാണോ, 10th ലെവലാണോ, പ്രിലിംസ് ആണോ എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷെ ആൻസർ നമുക്ക് ഇതേപോലെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ കണ്ണ് എപ്പോഴും അടിയിലേക്ക് പെട്ടെന്ന് പോവും കേട്ടോ. എന്താ ആൻസർ എന്ന് അറിയാനുള്ളൊരു ത്വര കൊണ്ട് പെട്ടെന്ന് കണ്ണടിയിലേക്ക് പോവും. അതൊരു ചെറിയൊരു ഇതാണ്, മൈനസാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാർഡ് എന്തെങ്കിലും വെച്ച് മറച്ച് പിടിച്ചിട്ട് നോക്കിയാലും മതി. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ OMR എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതേപോലെ ഉത്തരം മറിച്ച് പിടിക്കണമെന്നേ ഉള്ളൂ. അതൊരു ചെറിയൊരു കാര്യമുണ്ട് ഇതിൽ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലത് ഇതെന്ന് വെച്ചാൽ റിലേറ്റഡ് ഫാക്ട്സ് ഇല്ലല്ലോ. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സോട് കൂടിയിട്ടുള്ള ബുക്കാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് ഒരു ബേസൊക്കെ സെറ്റ് ആയിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യേ വേണ്ടുള്ളൂ അല്ലേ. റിലേറ്റഡ് ഫാക്ട്സ് കൂടുതൽ നമുക്ക് ആ സമയത്ത് അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ കൂടുതലും പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസിന് വളരെ വേഗത്തിൽ നമുക്ക് റിവിഷനൊക്കെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വൊക്കാബ്സ്പീഡിയയുടെ ബുക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു ബേസ് സെറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വൊക്കാബ്സ്പീഡിയയുടെയും, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ബുക്കും വാങ്ങിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കണ്ടില്ലേ, ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ലേ. ഇതിലിപ്പോൾ ഉൾപ്പെടാത്തത് ഏതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ഇത് കണ്ടില്ലേ, ലോഹങ്ങളും അയിരുകളും തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ്. അപ്പോൾ സിങ്ക് ശരിയല്ലാത്തത് കേട്ടോ കണ്ടെത്തുക, സിങ്ക് ഗലീന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ, ഒരു ബിഗിനർ ആണെങ്കിൽ, അപ്പോൾ സിങ്കിൻ്റെ അയിര് ഏതാന്നുള്ളത് ചിന്തിച്ചു പോകില്ലേ. അതപ്പം തന്നെ റിലേറ്റഡ് ഫാക്റ്റായിട്ട് അടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതോടുകൂടി പഠിച്ചു പോകും അല്ലേ. പക്ഷെ ഒരുവിധം ബേസ് സെറ്റായവർക്ക് അറിയും സിങ്കിൻ്റെ അയിര് എന്താണെന്ന്. എത്ര തവണ ചോദിച്ചതാണ് PSCയിലല്ലേ. അതുകൊണ്ട് തന്നെ എന്തായാലും അറിയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും നല്ലത് ഇതാ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളതാണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് OMR എഴുതി പ്രാക്ടീസ് ചെയ്യാനും ഇത് അടിപൊളിയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എവിടെയും ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ശേഷമാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒരു ബിഗിനർ OMR എഴുതി പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ
റിലേറ്റഡ് ഫാക്റ്റുള്ള ബുക്ക് തന്നെ വാങ്ങുക കേട്ടോ. അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസിൽ പറയുകയാണ് കേട്ടോ. മാർക്ക് ഇമ്പ്രൂവ് ആകും നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടിയുള്ള ബുക്ക് പഠിക്കുകയാണെങ്കിൽ പ്ലസ് SCERT കൂടി നിങ്ങൾ പഠിക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഇതാ കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കൂ നിങ്ങൾ. ഈ ഒരു പേജ് മൊത്തത്തിലുണ്ട് അല്ലേ, ഡീറ്റെയിൽ ആയിട്ടുണ്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് തന്നെ. അപ്പോൾ ഇത് പഠിക്കുന്നതോടെ തന്നെ ഒരു ബിഗിനർക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളത് വാങ്ങിക്കുക കേട്ടോ. അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് വാങ്ങിക്കുക. ഇപ്പോൾ ഇനി എന്തായാലും ഓരോ എക്സാം കഴിയുമ്പോഴും പുതിയത് ഇറക്കിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു ബുക്ക് തന്നെ വാങ്ങിയിട്ട് പഠിക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആകും. എനിക്ക് ഇമ്പ്രൂവ് ആയതാണ് കേട്ടോ. എൻ്റെ 10th പ്രിലിംസിലൊക്കെ ഒരുപാട് മാർക്ക് നേടാൻ സഹായിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയർ ബുക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ബുക്സിൽ നിന്ന്. ഈ ഒരു ബുക്കൊക്കെ നമ്മുടെ കഴിഞ്ഞ LDയുടെ എല്ലാം ഉള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇൻക്ലൂഡാണ് ഇതിൽ. നേരത്തെ ഞാൻ കാണിച്ചത് ലക്ഷ്യയുടെ ആയിരുന്നു, ഇത് ടാലൻറ്റിൻ്റെ ആണ്. അപ്പോൾ ഇവരുടെയൊക്കെ കണ്ടില്ലേ, എക്സ്പ്ലനേഷൻ തന്നെ ഒരുപാടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനാണിത്. അതിൽ തന്നെ ഒരുപാടുണ്ട് കണ്ടില്ലേ. നമ്മൾ ആ ഒരു ഭാഗം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ടോപ്പിക്ക് പഠിച്ച ആ ഒരു പ്രതീതിയാണ് ഇതിനുണ്ടാവുക. കണ്ടില്ലേ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇതാ ഇത്രയും. അപ്പോൾ കണ്ടില്ല, ആ ഒരു വ്യത്യാസമാണ് കേട്ടുള്ളത്. അപ്പം നമുക്ക് ഡൗട്ട് വരും. മറ്റേതാവുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഡൗട്ട് വരും. എനിക്ക് ഡൗട്ട് വരാറുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ എന്നിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കും, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ ഉത്തരത്തിൽ കിടക്കുന്നുണ്ടാവും. സയൻസിലൊക്കെ നമുക്ക് നല്ലതുപോലെ ഡൗട്ട് വരാറില്ലേ. അതായത് നോക്കിക്കുക, മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആയിട്ട് ഇവിടെ ഇതാ ഫൈലേറിയൽ വിര എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിരയെക്കുറിച്ചിട്ടുള്ളതും അത് പരത്തുന്ന കൊതുക് ഏതാണ്, അതെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻ അല്ലേ. മറ്റേതിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരൊറ്റ ഉത്തരമല്ലേ കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. കണ്ടില്ലേ, രോഗങ്ങളും രോഗകാരികളും പ്രോട്ടോസോവ രോഗങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്. ഇങ്ങനെ വാങ്ങി പഠിക്കുകയാണ് ഒരു ബിഗിനർക്ക് ഏറ്റവും നല്ലത്. നല്ലൊരു റാങ്ക് വാങ്ങാനും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആകാനും. പ്രത്യേകിച്ച് ഇനി പ്രിലിംസൊക്കെ വരികയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു നല്ലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് വാങ്ങിക്കോളൂ കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടോ വാങ്ങിയിട്ട്. ഈ ഒരു ബുക്ക് വാങ്ങിയാലും നഷ്ടമില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ല. കാരണം ഇതിൽ തന്നെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. നമ്മുടെ 2024 LD എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിനുശേഷം വന്നിട്ടുള്ള എക്സാമുകളുടെയൊക്കെയാണുള്ളത്. അപ്പോൾ അതിലെല്ലാം നമ്മളുടെ പുതിയ ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് വാങ്ങാം. മറ്റേ വൊക്കാബ് സ്പീഡിയുടെ നല്ല ബുക്കാണ്. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വൊക്കാബ് സ്പീഡിയുടെ ബുക്കാണ് കേട്ടോ. കാരണം എനിക്ക് റിവിഷൻ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. റിവിഷൻ ചെയ്യാൻ മറ്റത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാകുമ്പോൾ അടിപൊളിയാട്ടോ. ഇതിൽ ടോപ്പിക് വൈസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ റിവിഷൻ ചെയ്യാൻ, ബേസ് സെറ്റായവർക്ക് റിവിഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ വൊക്കാബ് സ്പീഡിയുടെ ബുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ അല്ല, ബേസൊക്കെ സെറ്റായ ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൊക്കാബ് സ്പീഡിയുടെ ബുക്ക് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ.